ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അതായത് നമുക്ക് ചാൻസ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഈ ചാൻസിന് ഒരു മാത്തമെറ്റിക്സ് ഉണ്ട്. ആ ചാൻസിൻ്റെ മാത്തമെറ്റിക്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അത് മാത്തമെറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതയുടെ ഗണിതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മലയാളത്തിൽ. സാധ്യതയുടെ ഗണിതം. അപ്പം നമ്മൾ സാധ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയാറുണ്ട്, അല്ലേ? മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അവിടെ സാധ്യത എന്ന് പറയുന്നത് കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മഴ പെയ്യാൻ ഏറ്റവും കൂടുതൽ എന്താണ് സാധ്യതയുള്ള ദിവസമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, കുട കൊണ്ടുപോവുക, അല്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സാധ്യത കൂടുതലാണെന്ന് പറയുമ്പോൾ അവിടെ സാധ്യത എന്ന് പറയുന്ന എന്തോ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റി കൂടുതലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണ്. ആ ക്രിക്കറ്റ് മാച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അപ്പോഴത്തെ സ്കോർ അനുസരിച്ച് അല്ലെങ്കിൽ അപ്പോഴത്തെ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പറയും ഇന്ന ടീം ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമ്മൾ പറയും. അവിടെ നമ്മൾ സാധ്യതയെ നമ്മൾ എന്ത് ചെയ്തു? മെഷർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ സാധ്യതയെ മെഷർ ചെയ്യുക അല്ലെങ്കിൽ ചാൻസിനെ നമ്മൾ മെഷർ ചെയ്യുക, ചാൻസിനെ നമ്മളൊന്ന് അളക്കുക, സാധ്യതയെ നമ്മൾ അളക്കുക, അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? സാധ്യതയെ നമുക്ക് അളക്കാനൊക്കും, അല്ലെങ്കിൽ ആ സാധ്യത എന്താണോ എന്നുള്ളത് ഒരു ഫിക്സഡ് നമ്പർ അല്ലെങ്കിൽ നമുക്കൊരു ക്വാണ്ടിറ്റി നമുക്കവിടെ കൊടുക്കാൻ കഴിയും. ആ ക്വാണ്ടിറ്റി എങ്ങനെയാണോ കൊടുക്കുന്നത് അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മാത്തമെറ്റിക്സ് ഓഫ് ചാൻസ്. എന്താണ് മാത്തമെറ്റിക്സ് ഓഫ് ചാൻസ്, അല്ലെ നമ്മൾ പറയും സാധ്യതയുടെ ഗണിതം എന്ന് നമ്മൾ പറയും, അല്ലെ? സാധ്യതയുടെ ഗണിതം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനൊന്ന് മെഷർ ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ്, നമ്മളൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നു. അപ്പോൾ ക്രിക്കറ്റ് മാച്ച് തുടങ്ങുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടും തുല്യശക്തികളാണ്. രണ്ടുപേരും തുല്യശക്തി എന്ന് വെച്ചാൽ ആര് വേണമെങ്കിലും ജയിക്കാം, ആര് വേണമെങ്കിലും തോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ചാൻസ് പറയാറുണ്ട്. സാധാരണ നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്? എപ്പോഴും 50-50 ചാൻസ്, അല്ലേ? 50-50 ചാൻസ് നമ്മൾ പറയാറുണ്ട്. 50-50 ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ചാൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2. ഇപ്പോൾ അവിടെ നമ്മൾ ജയസാധ്യതയെ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് മെഷർ ചെയ്തില്ലേ? എന്തെന്ന് പറഞ്ഞുകൊണ്ട് മെഷർ ചെയ്തു? 1/2 എന്ന് പറഞ്ഞുകൊണ്ട് മെഷർ ചെയ്തു. അപ്പോൾ ഈ ചാൻസിനെ നമുക്ക് ഇപ്പോൾ ഇവിടെ 1/2 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊണ്ട് ഞാനിപ്പോൾ മെഷർ ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയും ലാഭം ഇന്ന് വരുമോ? അപ്പോൾ നമ്മൾ പറയും 3/4% വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയും 90% വരാൻ സാധ്യതയുണ്ട് നമ്മൾ പറയാറുണ്ട്, അല്ലേ? 90% എന്ന് പറയുന്നത് അവിടെ ഞാൻ അതിനെ വാല്യൂ ചെയ്തിരിക്കുകയാണ്. 90% എന്ന് പറയുന്ന നേരത്ത് നമുക്കിവിടെ 90/100 ആണ്, അല്ലെങ്കിൽ അതിന് 9/10 ആണ്. ഓക്കെ, അടുത്ത നമ്മൾ ചാൻസ് പറയുകയാണ്. ഇതാണ് ഞാൻ പറയുന്നു, ഈ കളിയിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ഞാൻ 100% വിജയിക്കും. അതായത് ഉറപ്പായിട്ടും വിജയിക്കുമെന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ അവിടെ ഞാൻ വീണ്ടും ഈ ഉറപ്പായിട്ടും എന്നുള്ളതിന് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്താണ് തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യും? വിജയിക്കുമെന്നുള്ളതിന് ആ ഒരു ചാൻസിനെ ഞാൻ 100% കൊണ്ട് ഞാൻ മെഷർ ചെയ്തു. ശരിയാണല്ലോ? അപ്പോൾ അത് 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 100/100 ആണ്. എത്രയാണ്? 1 ആണ്. ഇവിടെ 1/2 എന്ന് പറയുന്ന നേരത്ത് 0.5 ആണ്, ഇത് 0.9 ആണ്. ഇനി 1/4 ചാൻസ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, 1/4 ചാൻസ് എന്ന് പറയുന്നത് 3/4 എന്ന് പറഞ്ഞാൽ 75% ആണ്. ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.75 ആണ്.
അപ്പം നമ്മൾ ഈ ചാൻസുകൾ നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമ്മളൊരു കാര്യം കണ്ടു. ഈ 0.5, 0.9, 1, 0.75 അല്ലെങ്കിൽ ഒരാൾ വരത്തില്ല, അല്ലെങ്കിൽ ഒരാൾ ജയിക്കില്ല. ജയിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ 0% ആണ് ചാൻസ് അല്ലേ. അവിടെ ജയിക്കത്തില്ല, 0 ചാൻസ് ആണ് അവിടെ. അവന് 100% ചാൻസ് ഇല്ല. അവനെന്താണ് ജയിക്കാനുള്ള ചാൻസ് 0% ആണ്, അല്ലെങ്കിൽ 0 ആണ് അവൻ്റെ ജയിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 0 കൊണ്ട് മെഷർ ചെയ്യും. അതായത് ഈ ചാൻസിനെ ഞാൻ മെഷർ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയുള്ള വാല്യൂസ് ആണ് കിട്ടുന്നത്. നമ്മൾ ചാൻസിനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയുള്ള വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാൻസിനെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മെഷർ ചെയ്തു. മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് വാല്യൂസിന്റെ പ്രത്യേകതയാണ് ഞാൻ കണ്ടത്, 0 മുതൽ 1 വരെയുള്ള വാല്യൂസ്. ഇങ്ങനെ ചാൻസിനെ നമ്മൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മെഷർമെന്റിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് പ്രോബബിലിറ്റി എന്ന് വിളിക്കും. പ്രോബബിലിറ്റി. ഓക്കെ, അല്ലെങ്കിൽ സാധ്യത എന്ന് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി അല്ലെങ്കിൽ എന്താണ്, സാധ്യത. അപ്പം ഈ ചാൻസിനെ മെഷർ ചെയ്യുന്ന ആ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി എന്ന് വിളിക്കും. പ്രോബബിലിറ്റി. അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്കെടുത്ത് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ പറയുന്നതാണ്, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് 6 ബ്ലാക്ക് ബാളും 4 വൈറ്റ് ബാളും ഉണ്ട്. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇതിനകത്ത് ബ്ലാക്ക് ബാൾ, നിങ്ങൾ ഒരു ബാള് എടുക്കുന്നു. ഒരു ബാൾ എടുക്കാന്ന് ചോദിച്ചാൽ നമ്മൾ ബോക്സിനകത്ത് നമ്മൾ നോക്കിക്കൊണ്ടല്ല നമ്മൾ എടുക്കുന്നത്. നമ്മൾ എന്താണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. മിക്സ് ചെയ്തിട്ടിരിക്കുന്ന ഈ ബോക്സിനകത്ത് നിന്ന് നമ്മൾ നോക്കാതെ നമ്മളൊരു ബാൾ എടുക്കുന്നു. ഓക്കെ, ആ ബാൾ എടുക്കുമ്പോൾ ആ ബോൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ ഒരു ബോക്സിനകത്ത് ഞാനിവിടെ എന്താ പറഞ്ഞിരിക്കുന്നു, 6 ബ്ലാക്ക് ബാളും ഉണ്ട്, 4 വൈറ്റ് ബാളും ഉണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ മിക്സ് ചെയ്തിരിക്കുന്ന ബോക്സിൽ ഞാൻ നോക്കാതെ, അല്ലെങ്കിൽ ബോക്സിനുള്ളിലോട്ട് നോക്കാതെ ഞാൻ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ഒരു ബാള് ഞാൻ സെലക്ട് ചെയ്യുന്നു. ആ കിട്ടുന്ന ബാളെന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി, അതിന്റെ സാധ്യത എത്രയാണ്? വൈറ്റ് ബാളാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ സാധ്യത എത്രയാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ഇവിടെ മൊത്തം എത്ര ബാൾസ് ഉണ്ട്. മൊത്തം ഈ ബോക്സിനകത്ത് മൊത്തം 10 ബാളില്ലടെ. ആ 10 ബാളിലാണെങ്കിൽ എത്ര ബാളാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്? 6 ബാള് ബ്ലാക്ക് ആണ്, 4 ബാള് എന്ന് പറയുന്നത് വൈറ്റ് ബാളും. അപ്പൊ നമ്മള് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് നമ്മൾ എഴുതുന്നത്. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബാൾ? ഒരു ബ്ലാക്ക് ബാൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിപ്പം എന്താണോ നമുക്ക് കിട്ടേണ്ടത്, ആ കിട്ടുന്നതിനെ സാധൂകരിക്കുന്ന എത്ര എണ്ണം അവിടെയുണ്ട്. അതായത് ദ നമ്പർ വിച്ച് ഇസ് ഫേവറബിൾ ടു ദ ഇവന്റ്, അല്ലെങ്കിൽ നമുക്ക് ഇവന്റ് എന്നല്ലെങ്കിൽ നമുക്ക് എന്താണോ നമുക്ക് എടുക്കേണ്ടത്, അതിനെ ഫേവർ ചെയ്യുന്ന നമ്പർ എത്ര എണ്ണമാണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഓക്കെ, അതായത് ഫേവർ ചെയ്യുന്ന നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, അതാണ് എന്തെന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞു, നമ്മൾ 1/2 എന്ന് പറയുന്നത് ഒരു മാച്ച് ജയിക്കാനുള്ള ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം. ഇന്ത്യ ജയിക്കാനുള്ള ചാൻസ് നമ്മൾ പറഞ്ഞു 1/2 ആണെന്ന് പറഞ്ഞു. അതിന്റെ റീസൺ എന്താണ്? നമുക്കിവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ട്, ഒന്ന് ജയം, മറ്റൊന്ന് തോൽവി. ഈ 2 എണ്ണത്തില് ജയിക്കാനുള്ള പ്രോബബിലിറ്റി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2-ൽ ഒരു ചാൻസ് ജയിക്കാനാണ്. അപ്പം ജയം എന്ന് പറയുന്ന ഒരു തവണ സംഭവിക്കത്തുള്ളൂ. അപ്പൊ അത് 1 ആണ് അതിനെ ഫേവർ ചെയ്യുന്നത്. ടോട്ടൽ എത്ര കേസസ് ഉണ്ട് അവിടെ? 2 കേസസ് ഉണ്ട്, ഒന്ന് ജയിക്കാം അല്ലെങ്കിൽ തോക്കാം അല്ലേ. അപ്പൊ അവിടെ 1/2 നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഡിഫൈൻ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അതിനെ വാല്യൂ ചെയ്തു. അതേ കണക്കാണ് ഇവിടെ പ്രോബബിലിറ്റി ഗെറ്റിംഗ് എ ബ്ലാക്ക് ബാൾ എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തം എത്ര ബ്ലാക്ക് ബാൾസ് ഉണ്ട്? 6 ബ്ലാക്ക് ബാൾസ് ഉണ്ട്. മൊത്തം എത്ര ബാളുണ്ട്? 10 ബാളുണ്ട്. അപ്പം 10-ൽ 6 ബാൾ എന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്ക് ആണ്. അപ്പോൾ അതാണ് അവിടുത്തെ ചാൻസ് എന്ന് പറയുന്നത്. 10 എണ്ണത്തിന് നിങ്ങൾ 6 എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് 6 ബാൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയതുകൊണ്ട് ഈ 6 ബാളിൽ ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ 10-ൽ 6 ചാൻസ് ആർക്കാണ് ബ്ലാക്ക് കിട്ടാനുള്ളതിനും 10-ൽ 4 ചാൻസ് ആർക്കുള്ളതാണ്? ഈ പറഞ്ഞ രീതിയിൽ വൈറ്റ് കിട്ടാനുള്ളതുമാണ്. അപ്പൊ നമുക്കിവിടെ എഴുതാം പ്രോബബിലിറ്റി ഗെറ്റിംഗ് എ ബ്ലാക്ക് ബാൾ എന്ന് പറയുന്നത് 6/10.
അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബാൾ എന്ന് പറയുന്നത് ഏട്ടന്മാരുടെ വൈറ്റ് ബാൾ ഇസ് ഈക്വൽ ടു 4/10 അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് 2 ബാഗുകളുണ്ട്. ഒരു ബാഗിൽ 3 റെഡ് ബാളും ഉണ്ട്, 7 ഗ്രീൻ ബാളും ഉണ്ട് ആദ്യത്തെ ബാഗിനകത്ത്. രണ്ടാമത്തെ ബാഗിനകത്താണെങ്കിൽ 8 റെഡ് ബാളും ഉണ്ട്, 7 ഗ്രീൻ ബാളും ഉണ്ട്. എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബാൾ ഫ്രം ദി ഫസ്റ്റ് ബാഗ്? അതായത് ഒന്നാമത്തെ ബാഗിൽ നിന്ന് ഒരു റെഡ് ബാൾ, ഒരു ചുവന്ന ബാൾ കിട്ടാനുള്ള സാധ്യത എത്ര? അപ്പൊ നമ്മൾ നോക്കണം, ഒന്നാമത്തെ ബാഗിനകത്ത് എത്ര റെഡ് ബാൾ ഉണ്ടെന്ന് നമ്മൾ നോക്കണം. എത്ര റെഡ് ബാൾ ഉണ്ട്? 3 റെഡ് ബാൾ ഉണ്ട്. മൊത്തം എത്ര ബാളുണ്ട്? 3 7 10 ബാളുണ്ട്. അപ്പോൾ 10ൽ 3 ചാൻസ് ആർക്കാണ്? റെഡ് ബാളിനാണ്. 10ൽ 7 ചാൻസ് എന്ന് പറയുന്നത് ആർക്കാണ്? ഗ്രീൻ ബാളിനാണ്. ശരിയാണല്ലോ. അപ്പൊ നമുക്ക് പ്രോബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാൻ പറ? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബാൾ അല്ലെ, റെഡ് ബാൾ ഫ്രം ഫസ്റ്റ് ബാഗ്. ആദ്യത്തെ ബാഗിൽ നിന്ന് നമുക്ക് റെഡ് ബാൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 10ൽ 3 ചാൻസ് ആണ്. 10ൽ 3. ഇവിടെ നമുക്ക് റെഡ് ബാളിന്റെ പ്രോബ്ലം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എങ്കിൽ കൂടി ഞാൻ ചോദിക്കുകയാണ്, ഏത് ഗ്രീൻ ബാൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? 10ൽ എത്ര എണ്ണം ഉണ്ട്? ഗ്രീൻ എന്ന് പറയുന്നത് 7 എണ്ണം അല്ലേ. സോ 10ൽ 7 ചാൻസ് എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? ഗ്രീൻ ബാളിന് ഉള്ളതാണ്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത് നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോബിലിറ്റി ഗെറ്റിംഗ് എ റെഡ് ബാൾ ഫ്രം ദി സെക്കൻഡ് ബാഗ്. സെക്കൻഡ് ബാഗിൽ നിന്ന് എന്താണ് ഒരു റെഡ് ബാൾ കിട്ടാനുള്ള പ്രോബിലിറ്റി, അല്ലെങ്കിൽ രണ്ടാമത്തെ ബാഗിൽ നിന്ന് ഒരു ചുവന്ന ബാൾ എടുക്കാനുള്ള സാധ്യത എത്രയാണ്? രണ്ടാമത്തെ ബാഗിൽ നിന്ന് ഒരു ചുവന്ന ബാൾ എടുക്കാനുള്ള സാധ്യത നോക്കുമ്പോൾ അവിടെ എത്ര ചുവന്ന ബാളുകൾ ഉണ്ട് നമ്മൾ നോക്കണം. എത്ര റെഡ് ബാൾസ് ഉണ്ട്? 8 റെഡ് ബാൾസ് ഉണ്ട്. അവിടെ മൊത്തം എത്ര ബാളുണ്ട്? 8ഉം 7ഉം 15 ബാളുണ്ട്. അപ്പം 15ൽ 8 എണ്ണത്തിന്റെ ചാൻസ് റെഡിനും 15ൽ 7 എണ്ണത്തിന്റെ ചാൻസ് എന്ന് പറയുന്നത് ഗ്രീനിനുമാണ്. സോ അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, സെക്കൻഡ് ബാഗ് ആകുമ്പോൾ 15ൽ നമുക്ക് എത്ര എന്ന് പറഞ്ഞിട്ട് എഴുതാം? 8 എന്ന്. അപ്പം പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബാൾ ഫ്രം ദി ഫസ്റ്റ് ബാഗ് എന്ന് പറയുന്നത് 3/10 ആണ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബാൾ ഫ്രം ദി സെക്കൻഡ് ബാഗ് എന്ന് പറയുമ്പോൾ 8/15 ആണ്. അതായത് 15ൽ 8 ചാൻസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, ഈ കാണുന്ന 2 ബാഗിനകത്തുള്ള ബാളുകളെല്ലാം കൂടി ചേർത്ത് ഒരു സിംഗിൾ ബാഗിനകത്താകും. അങ്ങനെ ഒരു സിംഗിൾ ബാഗിനകത്താകുമ്പോൾ അവിടെ എത്ര റെഡ് ബാൾ വരും? ഇവിടെ 3 റെഡ് ബാൾ ഉണ്ട്, ഇവിടെ 8 റെഡ് ബാൾ ഉണ്ട്, മൊത്തം 11 റെഡ് ബാൾ വന്നു അല്ലെ. ഇവിടെ 7 റെഡ് ബാൾ ഉണ്ട്, 7 ഗ്രീൻ ബാൾ ഉണ്ട്, അവിടെയും 7 ഗ്രീൻ ബാൾ ഉണ്ട്. അപ്പൊ മൊത്തം എത്ര? 14 ഗ്രീൻ ബാൾ ഉണ്ട്. നിങ്ങൾ ഇതെല്ലാം കൂടി വേറൊരു ബോക്സിനകത്ത് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റ ബാഗിനകത്ത് ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ, വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബാൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബാൾ അല്ലെ. റെഡ് ബാൾ എന്ന് പറയുന്നത് ഇവിടെ 11 റെഡും 14 ഗ്രീനും അല്ലേ. അപ്പൊ നമുക്ക് 11 ആണ് അവിടുത്തെ റെഡ് ബാളിന്റെ എണ്ണം, ഡിവൈഡ് ബൈ അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ബാൾസ് എത്രയാണ് നോക്കുക? 14 15 10 25. സോ 25ൽ 11 ചാൻസ് എന്ന് പറയുന്നത് റെഡ് ബാൾ കിട്ടാനും 25ൽ 14 ചാൻസ് ഗ്രീൻ ബാൾ കിട്ടാനുമാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഇനി കൃത്യമായിട്ട് അറിയാം എത്ര എണ്ണമാണ് ഫേവറായിട്ട് വരുന്നത്. അത് നമ്മൾ ന്യൂമറിക്കൽ അംശത്തിൽ എഴുതുക, ടോട്ടൽ എത്രയാണുള്ളത് അത് നമ്മുടെ ഛേദത്തിലും എഴുതുക. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രോബബിലിറ്റിയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ബോളൊക്കെ മാറ്റി നമ്മൾ ഇത്തിരി കൂടി മാത്തമെറ്റിക്സിലോട്ട് വരാൻ പോവുകയാണ്. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ്, 1 is asked to say a 2-digit number. ഒരാടുത്ത് പറയുകയാണ്, നിങ്ങൾ ഒരു 2-digit നമ്പർ പറയൂ എന്ന് പറയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഹി സേ എ പെർഫെക്റ്റ് സ്ക്വയർ? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അയാൾ പറയാനുള്ള സാധ്യത എത്രയാണ്? അപ്പൊ നമ്മൾ നോക്കണം, ഒരു 2-digit നമ്പർ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം ആ 2-digit നമ്പർ നമ്മൾ പറയുമ്പോൾ ആ 2-digit നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള സാധ്യത, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഒരു പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എത്ര? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഈ 2-digit നമ്പർ, അതായത് 2 അക്ക സംഖ്യയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. നമുക്കറിയാം 2 അക്ക സംഖ്യകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്
10 സ്റ്റാർട്ട് ചെയ്യും, എവിടെ അവസാനിക്കും? 99 അവസാനിക്കും. ശരിയാണേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എടുക്കുകയാണ്. ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. 2 ഡിജിറ്റ് നമ്പേഴ്സ്. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആകെ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം സമം. ഇവിടെ നോക്കിയാണ്ടേ 99 പേര് ആണ്. 1 മുതൽ 99 വരെയുള്ള ആൾക്കാരാണ് 99 പേരുള്ളത്. അതിൽ രണ്ടക്കം എന്ന് പറയുന്നത് ആദ്യത്തെ 9 പേരെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ടക്കം കിട്ടത്തില്ലേ? അപ്പൊ 99 നിന്ന് നമ്മൾ എത്ര പേര് ഒഴിവാക്കി കഴിഞ്ഞാൽ 9 പേര് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലുള്ള രണ്ടക്ക സംഖ്യകൾ നമുക്ക് കിട്ടും. അതായത് ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം ഇത്രയേ ഉള്ളൂ. ടോട്ടൽ 99 നമ്പേഴ്സിൽ നിന്ന് ഫസ്റ്റ് 9 നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 99 മൈനസ് 9 എത്ര കിട്ടൂടെ? നമുക്ക് 90 കിട്ടും അല്ലെ? 90 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ. ഇനി ഇതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആരൊക്കെ വരും? നമുക്കറിയാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പറയുമ്പോൾ നമ്മൾ ആദ്യം 1ന്റെ സ്ക്വയർ പറയും. 1 അത് 2 ഡിജിറ്റ് ആണോ? അല്ല. 2ന്റെ സ്ക്വയർ 4 2 ഡിജിറ്റ് ആണോ? അല്ല. 3യുടെ സ്ക്വയർ 9 2 ഡിജിറ്റ് ആണോ? അല്ല. 4ന്റെ സ്ക്വയർ 16. അപ്പം 4ന്റെ സ്ക്വയർ മുതൽ അങ്ങോട്ട് എന്താണ് 2 ഡിജിറ്റ് നമ്പേഴ്സുകൾ കിട്ടി തുടങ്ങിയാണ്. അപ്പം 4ന്റെ സ്ക്വയർ നമുക്ക് 2 ഡിജിറ്റ് നമ്പറാണ്. 5ന്റെ സ്ക്വയർ 25 2 ഡിജിറ്റ് നമ്പറാണ്. 6ന്റെ സ്ക്വയർ 36 2 ഡിജിറ്റ് നമ്പറാണ്. അടുത്ത 49 2 ഡിജിറ്റ് നമ്പറാണ്. അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ വരുന്നത് 50-ലൊന്നും ഇല്ല. പിന്നെ എത്രയാണ്? 64 ആണ്. പിന്നെ ഉള്ളത് 81 ആണ്. അടുത്ത 10ന്റെ പറയുമ്പോൾ എത്രയായിട്ട് മാറും? 100 ആയിട്ട്. അത് 3 ഡിജിറ്റ് നമ്പർ ആയിട്ട് മാറിപ്പോയി. അപ്പൊ നമുക്കിവിടെ കിട്ടുന്നത് 4 മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 6ന്റെ സ്ക്വയർ 7ന്റെ സ്ക്വയർ 8ന്റെ സ്ക്വയർ 9ന്റെ സ്ക്വയർ. 9ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 81 അല്ലെ? അതും 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പൊ നമുക്കിവിടെ എത്ര വാല്യൂസ് കിട്ടി? മൊത്തം 6 പെർഫെക്റ്റ് സ്ക്വയേഴ്സുകൾ നമുക്ക് കിട്ടി. അവിടെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: 16 25 36 49 64. അടുത്ത 64 കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 കഴിഞ്ഞാൽ പിന്നെ 9ന്റെ സ്ക്വയർ എത്രയാണ്? 81. സോ മൊത്തം 6 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോ നമുക്ക് എഴുതാം ടോട്ടൽ നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഈസ് ഈക്വൽ ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അതായത് പൂർണ്ണവർഗ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്ന അല്ലെങ്കിൽ രണ്ടക്കമുള്ള പൂർണ്ണവർഗ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയുണ്ട്? നമുക്ക് കിട്ടുന്നത് മൊത്തം 6 എണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. Therefore നമുക്ക് എഴുതാം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് what is probability of getting a perfect square is equal to a perfect square. പൂർണ്ണവർഗം കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 90-ൽ 6 എണ്ണം മാത്രമേ പൂർണ്ണവർഗമുള്ളൂ. അതുകൊണ്ട് 90-ൽ 6 എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ 6/90. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ചിലപ്പോൾ എക്സാമിന് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ഇതുമായിട്ട് ഞാൻ കണക്ട് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്. സേ എ 2 ഡിജിറ്റ് നമ്പർ. ഓക്കെ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 10. നമ്മൾ 2 ഡിജിറ്റ് നമ്പർ പറയുമ്പോൾ അതിന്റെ സം ഓഫ് ദി ഡിജിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് 10 കിട്ടണം. എന്താണ് നമുക്ക് പറയുന്നത്? അങ്ങനെയുള്ള എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സുകളുണ്ട്? ഇപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്തായാലും 90, അതിന്റെ മാറ്റമില്ല. 90 2 ഡിജിറ്റ് നമ്പേഴ്സുകളുണ്ട്. നമുക്കിവിടെ എന്താ വേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 10. അപ്പൊ നമുക്ക് ആദ്യത്തെ സെഷൻ എടുക്കാം. നമുക്ക് 10-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 1 10th പ്ലേസിൽ വരുന്ന കുറച്ച് ഏതുണ്ട് നമുക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. അതായത് 10 മുതൽ 19 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് സം ഓഫ് ദി ഡിജിറ്റ്സ് 10 കിട്ടുന്നത് ഏത് നമ്പറാണ്? 19 എന്ന് പറയുന്ന നമ്പറാണ് അല്ലെ? 9 + 1 എന്ന് പറയുന്നത് എത്രയായിട്ട് മാറുന്നു? 10 ആയിട്ട് മാറുന്നുണ്ട്. അതായത് അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 10 കിട്ടണം. അക്കങ്ങളുടെ തുക 10 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 + 1 10. ഇനി 2 വരികയാണെങ്കിൽ അവിടെ ആര് വരുടെ പറ? 28. 3 വരികയാണെങ്കിൽ 37. 10th പ്ലേസിൽ 4 വരികയാണെന്നുണ്ടെങ്കിൽ 46 അല്ലെ? 5 വരികയാണെന്നുണ്ടെങ്കിൽ 55. 6 വരികയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങ് തിരിച്ചിട്ടെടുത്താൽ മതി. 64. അടുത്തത് 73. അടുത്ത 82. അടുത്ത 91. അപ്പൊ ഇവിടെ എത്ര നമ്പേഴ്സ് കിട്ടിയിട്ട് സം ഓഫ് ദി ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 10 കിട്ടുന്ന എത്ര നമ്പേഴ്സുകൾ കിട്ടി നമുക്ക്? 1 2 3 4 5 6 7 8 9 നമ്പേഴ്സുകളുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി?
പ്രോബിലിറ്റി നമുക്ക് എഴുതാൻ വെക്കും. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ഓഫ് ഡിജിറ്റ്സ് ഈസ് 10 is equal to നമുക്ക് എത്ര എന്ന് പറഞ്ഞ് എഴുതാം? ടോട്ടൽ 9 ആണ്. 2 4 6 8 9 ഡിവൈഡഡ് ബൈ എത്രയാണ്? 90. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കറക്റ്റ് തന്നെയാണ്. സോ 1/10 എന്ന് എഴുതി കിട്ടുന്നത് നമുക്ക് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 1 മുതൽ 50 വരെയുള്ള നമ്പറുകൾ ഒരു സ്ലിപ്പിനകത്ത് എഴുതുന്നു. 1 ഒരു സ്ലിപ്പ് മടക്കി നമ്മളൊരു ബോക്സിനകത്ത് ഇട്ടു. 2 പറഞ്ഞിട്ട് എഴുതി മടക്കി ഒരു ബോക്സിനകത്ത് ഇട്ടു. ഇതിനൊക്കെ 50 വരെയുള്ള നമ്പറുകൾ ഓരോ സ്ലിപ്പിനകത്ത് എഴുതി അതിനെ നമ്മൾ മടക്കി ചുരുട്ടി മടക്കി എന്ത് ചെയ്തു? ഒരു ബോക്സിനകത്ത് ഇട്ടു. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് എടുക്കുകയാണ്. അപ്പൊ സ്ലിപ്പ് എടുക്കുന്നതിന് മുമ്പ് അയാൾ 2 കാര്യങ്ങൾ ഗസ് ചെയ്യുന്നുണ്ട്. അത് ഒന്നുകിൽ പ്രൈം നമ്പർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 5. ഇതിനകത്ത് ബെറ്റർ ഗസ് ഏതാണ്? അതായത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചാൻസ് കിട്ടുന്നത് ഏതിനാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്. ഒരു ബോക്സിനകത്ത് നമ്മൾ 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സുകൾ എന്ത് ചെയ്തിരിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സുകൾ ഓരോ സ്ലിപ്പിൽ എഴുതി ചുരുട്ടി മടക്കിയിട്ടിരിക്കുന്നു. ആ ചുരുട്ടി മടക്കിയിട്ടിരിക്കുന്ന ഈ സ്ലിപ്പുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു സ്ലിപ്പ് എടുക്കുന്നു. ആ സ്ലിപ്പ് എടുക്കുന്നത് ഒന്നുകിൽ പ്രൈം നമ്പർ ആവാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 5 ആവാം. ഇതിനകത്ത് ഏതിനാണ് ചാൻസ് കൂടുതൽ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് 1 മുതൽ 50 വരെയുള്ള സ്ലിപ്പുകൾ നമ്മൾ മടക്കി കിട്ടും. ഓക്കെ, അപ്പോൾ 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സുകൾ അവിടെ ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സുകളുണ്ട്, എണ്ണൽ സംഖ്യകളുണ്ട്. ഇതിനകത്ത് പ്രൈം നമ്പേഴ്സുകൾ ആരൊക്കെയാണ്? അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്ത് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണ്? അവിടുത്തെ പ്രൈം നമ്പേഴ്സ് നമുക്ക് നോക്കാം. ലീസ്റ്റ് പ്രൈം നമ്പർ നമുക്കറിയാം 2 ആണ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു നമ്പറിന് 2 ഫാക്ടേഴ്സുകൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ എന്താണ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രൈം നമ്പേഴ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 എന്ന് പറയുന്ന നേരത്ത് അതിന് 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാനൊക്കും 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാനൊക്കും അല്ലേ? വേറെ ഒരു നമ്പർ കൊണ്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള നമ്പേഴ്സുകളെല്ലാം പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ 2 ഒരു പ്രൈം നമ്പറാണ്, 3 ഒരു പ്രൈം നമ്പർ ആണ്. ഇതിനെ ശ്രദ്ധിച്ചോളണം. ഇനി അങ്ങോട്ട് ഒരു ഇരട്ട സംഖ്യ പോലും പ്രൈം നമ്പർ ആവത്തില്ല. കാരണം ആ ഏതൊരു ഇരട്ട സംഖ്യ 2 കഴിഞ്ഞ് വരുന്ന ഏതൊരു ഇരട്ട സംഖ്യ നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കലും എന്ത് വരത്തില്ല? 2 കഴിഞ്ഞിട്ടുള്ള ഒരു ഇരട്ട സംഖ്യയും ഇവിടുത്തെ പ്രൈം നമ്പർ ആയിട്ട് മാറത്തില്ല. അപ്പൊ നമ്മൾ ഒറ്റ സംഖ്യകൾ മാത്രം ചെക്ക് ചെയ്ത് പോയാൽ മതി. 3 ഒരു പ്രൈം നമ്പർ ആണ്, 5 പ്രൈം നമ്പർ ആണ്, 7 പ്രൈം നമ്പർ ആണ്. പക്ഷെ 9 പ്രൈം നമ്പർ അല്ല. കാരണം എന്ന് പറയുന്നത് എന്താണ്? 9നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ 1 കൊണ്ടും 9 കൊണ്ടും കൂടാതെ മൂന്നാമതൊരാളായ 3 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? ആ 9നെ ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അത് അഭാജ്യ സംഖ്യ അല്ല അല്ലെങ്കിൽ പ്രൈം നമ്പർ അല്ല. ഇനി 11, 13. ഓക്കെ, ഇനി 15 നോക്കത്തില്ല. 15 നമുക്ക് 3 കൊണ്ട് 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ നോക്കാം. അതുകൊണ്ട് 15 നമുക്ക് പോസിബിൾ അല്ല. ഇനി 17, പിന്നെ 19, 21 ഒക്കത്തില്ല, 23, 27 ഒക്കത്തില്ല, 25 ഒക്കത്തില്ല, 29 അല്ലെ, 31, 33 ഒക്കത്തില്ല, 35 ഒക്കത്തില്ല, പിന്നെ 37, 39 ഒക്കത്തില്ല. കാരണം 39 നമുക്ക് 3 ഡിവൈഡ് ചെയ്യാൻ നോക്കും. പിന്നെ 41, 43, 45 ഒക്കത്തില്ല, 47 ഒക്കും, 49 ഒക്കത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. എന്താ ഇവിടെ എത്ര പ്രൈം നമ്പേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ എത്ര അഭാജ്യ സംഖ്യകളാണ് കിട്ടിയിരിക്കുന്നത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 അഭാജ്യ സംഖ്യകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 50 ആണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആണല്ലോ 15 എണ്ണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്താണ്? എ പ്രൈം നമ്പർ അല്ലെ? ഗെറ്റിംഗ് എ പ്രൈം നമ്പർ. പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഓക്കെ, പ്രോബിലിറ്റി ഗെറ്റിംഗ് എ പ്രൈം നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തം 50 എണ്ണമല്ലേ ഉള്ളത്. അതിനകത്ത് 15 എണ്ണമാണ് പ്രൈം നമ്പേഴ്സ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് 15 ഡിവൈഡഡ് ബൈ 50 ആയിട്ട്. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കേസ്. രണ്ടാമതായാണ് ഗസ് ചെയ്തിരിക്കുന്നത് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 5 ആണ് ഗസ് ചെയ്തിരിക്കുന്നത്. അതായത് 5ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 5ന്റെ ഗുണിതങ്ങൾ നമുക്കത് ഇതെടുക്കാനൊക്കെ 5 ഉണ്ട് അല്ലെ? പിന്നെ
10, 15, 20, 25, 30, 35, 40, 45, 50. ശരിയാണ്. ഇവിടെ എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 പേരുണ്ട്. അതായത് മൾട്ടിപ്പിൾ ഓഫ് 5 ആർ അല്ലെ, മൾട്ടിപ്പിൾസ് ഓഫ് 5 ആർ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശരിയാണ്. therefore നമുക്ക് എഴുതാം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. എന്താണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് മൾട്ടിപ്പിൾ ഓഫ് 5. മൾട്ടിപ്പിൾ ഓഫ് 5 is equal to 5ന്റെ മൾട്ടിപ്പിൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. 5ന്റെ മൾട്ടിപ്പിൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി മൊത്തം എത്ര എണ്ണം ഉണ്ട്? മൾട്ടിപ്പിൾസ് ഓഫ് 5 10 എണ്ണം ഉണ്ട്. മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 50 നമ്പേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് 10/50. എന്നിട്ട് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ബെറ്റർ ഗസ്? ഇതിനകത്ത് സാധ്യത കൂടുതൽ ഏതിനാണ് എന്നതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് ബെറ്റർ ഗസ്? ഇവിടുത്തെ ബെറ്റർ ഗസ് ആരാണ്ടേ? 50ൽ 15 ആണോ വലുത്, 50ൽ 10 ആണോ വലുത്? നമുക്ക് എപ്പോഴും അറിയാം 50ൽ 15 തന്നെയാണ് എപ്പോഴും വലുതായിട്ടുള്ള എന്താണ് ഗസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് പറയാം 15/50 is greater than 10/50. Therefore, probability of getting a prime number is probability of getting a prime number is the better guess. അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഗസ്. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ മലയാളത്തിൽ കൂടി എഴുതണം. എങ്ങനെയാണ് നമ്മൾ ഒരു അഭാജ്യ സംഖ്യ കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് എഴുതി വെച്ചു കൊടുത്താൽ മാത്രം മതി. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ബാഗിനകത്ത് 3 റെഡ് ബീഡ്സും ഉണ്ട്, 7 ഗ്രീൻ ബീഡ്സും ഉണ്ട്. ഓക്കെ. ഒരു ബാഗിനകത്ത് 3 റെഡ് ബീഡ്സും ഉണ്ട്, 7 ഗ്രീൻ ബീഡ്സും ഉണ്ട്. ആൻഡ് അനദർ ബാഗ് കണ്ടെയ്ൻസ് 1 റെഡ് ആൻഡ് 1 ഗ്രീൻ ബീഡ്സ് മോർ. മറ്റൊരു ബാഗിനകത്ത് ഇതിൽ കാട്ടി ഒന്നുകൂടി കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ബാഗിൽ ആദ്യത്തെ ബാഗിനേക്കാൾ ഒന്നുകൂടി കൂടുതലുണ്ട്. ഒരു റെഡ് ബാളും ഒരു റെഡ് ബീഡും ഒരു ഗ്രീൻ ബീഡും കൂടുതലായിട്ടുണ്ട്. അതായത് ഒരു ചുവന്ന മുത്തും ഒരു പച്ച മുത്തും കൂടുതലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ബാഗിനകത്ത് എന്തൊക്കെയാണുള്ളത്? 4 റെഡ് ബാളും ഉണ്ടായിരിക്കും, പിന്നെ എത്രയാണ്? 8 ഗ്രീൻ ബാളും ഉണ്ടായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് മോർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഏതിനാണ് കൂടുതൽ? ഏത് ബാഗിൽ നിന്ന് നമ്മൾ റെഡ് ബീഡ് എടുക്കുന്നതാണ് കൂടുതൽ സാധ്യത? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവർ പറഞ്ഞിരിക്കുന്നത് 1 റെഡ് ആൻഡ് 1 ഗ്രീൻ മോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനദർ ബാഗ് കണ്ടെയ്ൻസ്. നമ്മൾ ചിലപ്പോൾ അവിടെ 1 1 എഴുതി വെച്ചോളാം. അങ്ങനെയല്ല, ഇവിടെ ഉണ്ടായിരുന്ന ബീഡ്സിന് കാട്ടി 1 കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് ബീഡ്, അതായത് ഒരു റെഡ് ബീഡും ഒരു ഗ്രീൻ ബീഡും നേരത്തെ ഉണ്ടായിരുന്ന കാട്ടി കൂടുതൽ എന്നുള്ള മീനിങ് ആണ്. അപ്പൊ നമുക്ക് 2 ബാഗിനകത്തുള്ള റെഡ് ബീഡ്സിന്റെയും ഗ്രീൻ ബീഡ്സിന്റെയും എണ്ണം ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബാഗും പിന്നെ ഇതാണ് സെക്കൻഡ് ബാഗ്. അങ്ങനെയാണെന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ് ഫ്രം ഫസ്റ്റ് ബാഗ്. അതായത് നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ്? ആദ്യത്തെ ബാഗിൽ നിന്ന് ഒരു ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത. ആദ്യത്തെ ബാഗിൽ ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത എത്രയുണ്ട്? 3/10 ആണ്. സോ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ് ഫ്രം ദി സെക്കൻഡ് ബാഗ്? സെക്കൻഡ് ബാഗ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എത്രയുണ്ട്? 4/12 ആണ് നമുക്ക് കിട്ടും. അപ്പൊ ഇനി നമ്മൾ നോക്കിയിട്ട് ഇതിനകത്ത് ആരാണ് വലുത് അല്ലെ? എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നൊരു സംഗതിയാണ്. 2 ഫ്രാക്ഷൻസ്, 2 ഭിന്നസംഖ്യകൾ തന്നു കഴിഞ്ഞാൽ ഇതിൽ ആരാണ് വലുത്, ആരാണ് ചെറുത്? എപ്പോഴും നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഐഡിയ എന്ന് പറയുന്നത്, നമുക്ക് അത് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. നമ്മൾ ആദ്യം 2 എണ്ണവും നമ്മൾ ഇങ്ങോട്ട് എഴുതുക, 4/12 എഴുതുക. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടും കൊണ്ട് ക്രോസ് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ടും കൊണ്ട് ക്രോസ് ചെയ്യുക. അപ്പൊ ഇവിടെ 3 × 12 കിട്ടും. ഇവിടെ ആണെങ്കിൽ 4 × 10 കിട്ടും. ഓക്കെ. 3 × 12 ആരാണ്ടേ? 36. 4 × 10 ആരാണ്ടേ? 40. ശരിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 36 ആണോ 40 ആണോ വലുത്? 40 ആണ് വലുത്. ഇവനാണ് വലിയ ആൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഇതേ ഇൻക്വാളിറ്റി ആയിരിക്കും. ഇവൻ ചെറിയവനും ഇവൻ വലിയവനുമായിരിക്കും. ഓക്കെ. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതാം.
4/12 is greater than 3/10. Therefore, probability of getting red bead from from ഏതാണ് 4/12 എന്ന് പറഞ്ഞ സെക്കൻഡ് ബാഗ് അല്ലേ, സെക്കൻഡ് ബാഗ് ഈസ് മോർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? രണ്ട് ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ രണ്ട് പ്രോബബിലിറ്റീസുകൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നതിന്, താരതമ്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് നമുക്ക് ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്ക് അടുത്ത ഒരു സെഷനകത്തോട്ട്